ഇന്ന് നമുക്ക് നല്ലൊരു ഇലയട ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ്. ഒരുപാട് കടമ്പകളൊന്നും വേണ്ട. ഇത് സിമ്പിളായിട്ട് ചെയ്യാം. ഇതിന് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് കൊണ്ടൊരു പുട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം ഉണ്ടല്ലോ, ഐസ് വാട്ടറൊന്നും അല്ല, സാധാരണ പച്ചവെള്ളം, അത് വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാമേ. ഞാനിപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഫുള്ളെടുത്ത് കമിഴ്ത്താതെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവാണ് നമുക്കിതിന് വേണ്ടത്. ചപ്പാത്തിയെ പോലെ കട്ടിയൊന്നുമല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല. ഈ ഒരു പരുവം നമുക്ക് ഇലയിലൊന്ന് പരത്തി കൊടുക്കുമ്പോൾ കൈ വെച്ചൊന്ന് തട്ടി പരത്തുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ടൊരു പരുവത്തിൽ കിട്ടണം. അതാണ് കേട്ടോ. അങ്ങനത്തെ ഇത്രയും ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി വന്നത്. ഇനി ഒരു അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടി ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കല്ലും അഴുക്കും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചിട്ട് ഉരുക്കി അരിച്ചൊക്കെ എടുക്കണം. അഥവാ നമ്മൾ അഴുക്കില്ല എന്നൊക്കെ തോന്നുന്ന ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് ചീകിയിട്ടാലും മതി. ഇത് മറയൂർ ശർക്കരയാണ് കേട്ടോ, നല്ല ശർക്കരയാണ്. ഇതിൽ തന്നെ മണ്ണും അഴുക്കും പൊടിയൊന്നുമില്ല. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണൊക്കെ. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു നെയ്യ് ഞാനിവിടെ ഉരുക്കിയതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത് സാധാരണ നമ്മൾ ചിലപ്പോൾ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങയൊക്കെ വിളയിച്ചെടുക്കും ശർക്കരയ്ക്കകത്ത്. ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് പാടൊന്നും പെടണ്ട. പെട്ടെന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പം അടുപ്പിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കഴിക്കാനും നമുക്ക് ചിലപ്പോൾ തോന്നും കേട്ടോ, അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനത്തെ ഞാനിവിടെ വാഴയിലേക്ക് വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയൊന്നും തൂത്ത് കൊടുക്കരുത്. ആ ഒരു ഇലയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവേ. ഞാനിപ്പം കുറച്ച് നെയ്യ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പിൻ്റെ പൊടിയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് കൈവെള്ളം കൂടെ നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടിങ്ങനെ ഒരു വലിയൊരു ദോശയുടെ പരുവത്തിന് ഇങ്ങനെ ആക്കിയെടുക്കാം. നല്ല കനം കുറച്ച് ഇതുപോലെ നമ്മുടെ ആ 3 വിരൽ കൊണ്ട് പതുക്കെ ഇങ്ങനെ നിരത്തി കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ വിട്ട് വരുന്ന വൈകുന്നേരം മക്കൾക്ക് കൊടുക്കാനും, അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പം, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കട്ടനും അല്ലെങ്കിൽ ഒരു കടുങ്കാപ്പിയോ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നമുക്ക് നന്നായിട്ട്, ചിലപ്പോൾ ആ ഒരു സമയത്താണ് നമുക്കൊരു വിശപ്പ് വരുന്നത്, അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം നല്ല റിച്ചായിട്ട് ഫില്ലിങ് കൊടുത്താൽ മതി. ചിലരൊക്കെ ചെയ്യുമ്പം ഫുൾ അങ്ങ് നിരത്തിയിട്ട് മടക്കി കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഒരു സൈഡ് തന്നെ നമ്മൾ വെക്കുമ്പം നല്ല റിച്ചായിട്ടുള്ള ഫില്ലിങ് കൊടുത്താൽ മതിയേ. എന്നിട്ട് മറ്റേ വശം കൊണ്ടിങ്ങനെ പതിയെ മടക്കി എടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ സൈഡ് രണ്ടും മടക്കിയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ അടുത്തതും കൂടി ഞാനിതേപോലെ നല്ലോണം പരത്തി നിരത്തി കൊടുക്കുവാണ്. ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ടിങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഇരിക്കേ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ നല്ല റിച്ചായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടാം. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾ അങ്ങനെ കഴിപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് നുറുക്കി ഇടാം. ഇനിതേ നമ്മൾ ഇഡ്ഡലി ചെമ്പൊക്കെ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടിപ്പോയാൽ ഒരു 7-8 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് തികച്ച് വേണ്ട. കാരണം ഈ ഗോതമ്പ് നമ്മൾ നൈസായിട്ടല്ലേ പരത്തി എടുത്തേക്കുന്നത്. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ നൂത്ത് കാണിച്ചത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ എടുക്കരുത്, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. തണുത്തതിന് ശേഷം ഞാനത് തുറന്ന് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.